എല്ലാ സ്വാമിമാരും അവർക്ക് കാറുണ്ട്, ചിലവർക്ക് വിമാനമുണ്ട്. പറക്കും സ്വാമി ഒരു സ്വാമി തന്നെ ഉണ്ടായിരുന്നു അവിടെ, വിഷ്ണുദേവാനന്ദ. എല്ലാവർക്കും വലിയ ആശ്രമമുണ്ട്, കെട്ടിടങ്ങളുണ്ട്. ഈ ഒരു സ്വാമി എന്താണ് ഇങ്ങനെ ദരിദ്രവാസിയായി മാറിയത്? എന്നോട് മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. സ്വാമി എന്താ സ്വാമി ഇങ്ങനെ സ്വാമിയായി മാറിയത്? ഒന്നിനും കൊള്ളാത്ത സ്വാമി. അതിന് കാരണമുണ്ട്. ഈ രണ്ട് കാര്യമാണ് തിരഞ്ഞെടുക്കാൻ വേണ്ടി മനുഷ്യന് കൊടുത്തിട്ടുള്ളത്. നബി തിരുമേനിയോട് പറഞ്ഞു, നബി തിരുമേനി വയ്യാതെ കിടക്കുന്നു. അപ്പോൾ ഒസാമയെല്ലാം യുദ്ധത്തിന് പോകാൻ തയ്യാറെടുത്ത് പോകാൻ നിൽക്കുമ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങളെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. അബൂബക്കറൊക്കെ അടുത്ത് നിൽക്കുകയാണ്. അല്ലാതെ വേദനയോടുകൂടി വേവലാതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രിയ ഭക്തിമാരും. ഉമർ പറഞ്ഞ് മരിക്കില്ല, തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നിലവിളിക്കുന്നുണ്ട്. ഈ സമയത്ത് തിരുമേനി പറഞ്ഞൊരു കാര്യമുണ്ട്. രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ അള്ളാഹു തൻ്റെ അടിമയോട് പറഞ്ഞു. ഈ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഭൗതിക ലോകം, അതല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പമുള്ള പരലോക ജീവിതം. ഞാൻ തിരഞ്ഞെടുത്തത് രണ്ടാമത് പറഞ്ഞ കാര്യമാണെന്ന് പറയാറുണ്ട്. ഇതിന് വേറൊരു വെർഷനുണ്ട്. എത്തിക്സ്, മൂല്യങ്ങൾ, എക്സിസ്റ്റൻസ്, നിലനിൽപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു ബാങ്ക് കൊള്ളയടിച്ചാൽ മതി. അല്ലെങ്കിൽ വഴി കൂടെ ഏതെങ്കിലും സ്വർണ്ണക്കട മുതലാളി പോണ സമയത്ത് കാറിൽ പോകുമ്പോൾ കാറ് തടഞ്ഞു നിർത്തിയിട്ട് അയാൾ പിടിച്ച് അടി കൊടുത്തിട്ട് ആ പൈസയും കൊണ്ട് അങ്ങനെയും നമുക്ക് നിലനിൽപ്പുണ്ടാക്കാം. നല്ല വീടുണ്ടാക്കാം, AC ഉള്ള വീടുണ്ടാക്കാം, 2 കാറ് വാങ്ങിക്കാം, ഇതൊക്കെയും ചെയ്യാം. പക്ഷെ മൂല്യങ്ങൾ, ഈ വാൾമാർട്ട് സൂപ്പർ മാർക്കറ്റാ, ബിഗ് ബസാറിലൊന്നും പോയാൽ വാങ്ങിക്കാൻ കിട്ടില്ല, ഒരു ഷോറൂമിലും വാങ്ങിക്കാൻ കിട്ടില്ല. അത് നമ്മൾ തന്നെ കാലാകാലങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ എന്ന് പറയില്ല, അങ്ങനെ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. 2-3 രുദ്രാക്ഷം വാങ്ങിച്ചിടുക, കാവ്യോസ്ത്രം എവിടെന്തെങ്കിലും വാങ്ങിച്ചിടുക. എനിക്ക് ഇത്രയല്ലേ രൂപയുള്ളൂ. ഒരു പൊട്ടുമുറി കൊത്തുക, ഓം എന്ന് പറഞ്ഞു നടന്ന പൈസ കിട്ടും. പൈസയുടെ പുറകിൽ പോകണമെന്ന് മാത്രം, ആ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകണം. ഈ സ്വാമി എന്താ ഇങ്ങനൊരു സ്വാമിയായത് എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണം ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഒരിക്കൽ ഞാൻ ഇടവിട്ട് ഹിമാലയത്തിൽ പോകുന്ന ആളാണ്. തൃശ്ശൂരിൽ നിന്ന് ഹിമാലയത്തിൽ പോകും പണ്ട്. ഇപ്പം പിന്നെ തൃശ്ശൂരിൽ നിന്ന് പോകാറില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ കോളേജിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ച് ഒരു സ്ത്രീ, അവർ KSU:ക്ക് ലീഡറായിരുന്നു. ഞാൻ അവരെ ചേച്ചി എന്നാണ് വിളിക്കുക. അവരൊരു ദിവസം വന്നപ്പോൾ പറഞ്ഞു, നീ ഇങ്ങനെ ഇവിടേക്കും ഋഷികേശ്വരേക്കും പോകുന്നുണ്ടല്ലോ, എപ്പോഴും പോകുമ്പോൾ എന്നോട് പറഞ്ഞു. ഞാൻ അടുത്ത ആഴ്ച വീണ്ടും പോകും, അപ്പോൾ നീ പോയി വരുമ്പോൾ കുറേ രുദ്രാക്ഷം വാങ്ങിച്ചു കൊണ്ടിരുന്നെന്ന് പറഞ്ഞു. ഓ ശരി എന്നും പറഞ്ഞു. എത്ര ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു 50 എണ്ണം വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. രുദ്രാക്ഷമാല, അത് ഇതുപോലത്തെ രുദ്രാക്ഷമാല ഒരു 50 എണ്ണം വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഇതുപോലത്തെ അല്ലേ, അതുപോലത്തെ എന്ന് പറഞ്ഞു. ഈ രുദ്രാക്ഷമാല അവിടെ ഋഷികേശ് ഹരിദ്വാറിൽ പോയി കഴിഞ്ഞാൽ ചില ഗല്ലികളുണ്ട്. അവിടെ ഇങ്ങനെ കടകളായിട്ട്, കടകളുടെ മുൻഭാഗത്തിന് 6 അടി വീതിയൊക്കെ ഉണ്ടാവുള്ളൂ, ചില 4 അടി വീതിയുള്ള കടകളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നിരത്തി വെച്ചിട്ടുള്ള കടകൾ, അതിന് പുറത്ത് മുഴുവൻ രുദ്രാക്ഷങ്ങളായിരിക്കും. സാളഗ്രാമങ്ങൾ, അതിലെ ദൈവങ്ങളുടെ ഫോട്ടോസ്, ഇതൊക്കെയാണ് അവിടെ ഉണ്ടാകുക. അപ്പം അവിടെ നിന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു വില പറയും. സന്യാസിമാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു വിലയല്ല പറയുക, കൃത്യം വിലയെ പറയുക. ബാക്കിയുള്ള ആളെയും തരം നോക്കിയിട്ട് പറയും അവർ. വിദേശികളാകുമ്പോൾ അവർ 500 പറഞ്ഞ സാധനത്തിന് സ്വദേശികളാകുമ്പോൾ അവർ 250 പറയും. സന്യാസിമാർ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുക കൃത്യം വില. കാരണം അവർക്കറിയാം, അല്ലെങ്കിൽ ചിലപ്പോൾ തലയൊന്ന് വെച്ച് കൊടുക്കുന്ന അറിയാം. കാര്യം സന്യാസിമാരുടെ നാടാണല്ലോ അത്. കേന്ദ്രവും
സംസ്ഥാനം ആര് ഭരിച്ചാലും ഉത്തരാഖണ്ഡ് ഭരിക്കുന്നത് അഥവാ ഋഷികേശും ആ ഒരു ഏരിയ ആ ബെൽറ്റ് ഭരിക്കുന്ന മുഴുവൻ സന്യാസിമാരാണ്. അവരെ മെക്കെട്ടാരും കയറില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, ഇത് മനസ്സിൽ ഓർമ്മിച്ച് വെച്ചു. തിരിച്ച് ഇനി കേരളത്തിൽ പോകുന്ന 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഞാൻ ഈ ചെന്നുടനെ ആ സമയത്ത് പൈസ ഇല്ലെങ്കിൽ കയ്യിൽ ഞാൻ ഉള്ള പൈസയും കൊടുത്ത് അത് വാങ്ങിച്ച് വേറെ പാക്ക് ചെയ്ത് അവിടെ വെച്ചു. എപ്പോഴാണ് പോകണം ചപ്പം കൊണ്ടു കൊടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നു. ഇവിടെ തിരിച്ചു വരുന്നതിന് മുൻപ് തന്നെ ഇവിടേക്ക് പോകുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഭാസ്കരാനന്ദ എന്ന് പറയും. അദ്ദേഹം കേരളത്തിലേക്ക് പോവുകയാണ്, വിശ്വസ്തനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത്. അയ്യോ എന്താ ബുദ്ധിമുട്ട്, എൻ്റെ ഒന്നുമില്ല, ലഗേജും കാര്യങ്ങളൊന്നുമില്ല, ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. കുറേ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ ട്രെയിനിൽ നിന്നൊന്നും കഴിക്കില്ല. അങ്ങനെ കയ്യിൽ ഞാൻ ഈ രുദ്രാക്ഷത്തിൻ്റെ പൊതിയോടെ കൊടുത്തേൽപ്പിച്ചു. ഇദ്ദേഹം അവിടെ ചെന്ന് എൻ്റെ ഒരു ബന്ധു, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുജൻ്റെ പോലെ ഒരാളുടെ കയ്യിൽ ഈ സഞ്ചി ഏൽപ്പിച്ചു. മഞ്ഞ നിറത്തിലുള്ള കാവ്യ നിറത്തിലുള്ള സഞ്ചി. അതിനകത്ത് 50 രുദ്രാക്ഷം ഉണ്ട്. അതിനകത്ത് ഇദ്ദേഹം കൊണ്ട് ഇത് ഈ ചേച്ചിക്ക് കൊണ്ട് കൊടുത്തു. അവരുടെ സുഹൃത്തുക്കൾക്ക്, അവരുടെ ഗ്രൂപ്പിലുള്ള അവർക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഈ സപ്താഹമൊക്കെ നമ്മുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് എനിക്ക് പൈസ തരണമല്ലോ, അവരുടെ ചിന്തയാണത്. ഇത്രയും 50 രുദ്രാക്ഷം വാങ്ങിച്ചപ്പോൾ അതിനെന്തായിരിക്കും ചിലവ്. ഇവർ പോയിട്ട് അവിടെ ഒരു മിഷനുണ്ട്, സന്യാസിമാരുടെ മിഷനുണ്ട് തൃശ്ശൂർ. അപ്പം അവിടെ പോയിട്ട് രുദ്രാക്ഷത്തിൻ്റെ വില ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 500 രൂപ 600 രൂപ ഒക്കെയാണ് അതിൻ്റെ വില. ഇവരെന്ത് ചെയ്തു, ഒരു രുദ്രാക്ഷത്തിന് 500 രൂപ വെച്ച് 25,000 എല്ലാവരും നിന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. ഈ 50 പേരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. 50 പേരുടെ കയ്യിൽ നിന്നും 500 രൂപ വെച്ച് വാങ്ങിച്ചിരിക്കുകയാണ്. 50 രുദ്രാക്ഷമാണ്, ആലോചിച്ച് നോക്കണം. 25,000 രൂപ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ അറിയുന്നില്ല. ഈ കൊണ്ടുകൊടുത്ത എൻ്റെ ബന്ധു പയ്യനും ഇവർ പൈസ ഉണ്ടാക്കി വെച്ച് അറിഞ്ഞില്ല. പിന്നീട് ഒരിക്കൽ അവൻ എവിടെ വെച്ച് കണ്ടു, പറഞ്ഞു, ഞാൻ 1-2 മാസമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാമിക്ക് അയക്കാനുള്ള പൈസയായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. 25,000 രൂപ. എന്നാൽ അദ്ദേഹം അത് വാങ്ങിച്ചില്ല. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വരുമ്പോൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരിക്കൽ അവിടെ ചെന്ന സമയത്ത് അവർ പറയുകയാണ്, ഞങ്ങളൊരു 25,000 രൂപ എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി കൂടുതൽ എന്തിനും വന്നിട്ട് ഞാൻ തരാം, അത് സ്വാമിക്ക് നഷ്ടം വരരുത്. ഞാൻ നല്ലൊരു കാര്യം ചെയ്യും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു രുദ്രാക്ഷം, അതിൻ്റെ വലുപ്പം കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചിലർ സ്വർണം കെട്ടിക്കാൻ കൊടുത്തിട്ടുണ്ട്, ചിലർ വെള്ളി കെട്ടിക്കാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വലിയ സന്തോഷമായി. 500 രൂപ പറഞ്ഞപ്പോൾ ഒരാളൊരു വിഷമമില്ലാണ്ട് തന്നു. ഇനിയും അവർ പറഞ്ഞു, കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ സ്വാമി വരുമ്പോൾ ചോദിച്ചോളൂ, ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 25,000 2 ലക്ഷം തന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ രുദ്രാക്ഷത്തിൻ്റെ വിലയായിട്ട് എനിക്കത് തരണ്ട. കാരണം ഈ രുദ്രാക്ഷത്തിൻ്റെ വില അന്ന് ഋഷികേശിൽ ഇതെങ്ങനത്തെ രുദ്രാക്ഷം, ഇത് ഇത്ര ചെറുതല്ല, ഇതിങ്ങനെ ഇത്ര ഒന്ന് കിടക്കും. ഞാൻ 2ആയിട്ട് മടക്കിയിട്ടതാണ്, അതുകൊണ്ടാണ് ചെറുതായിട്ട് തോന്നുന്നത്. അത് ഇവിടെ വരെ ഇങ്ങനെ ഇത്രയും നന്നായിട്ട് കിടക്കുന്നതാണ്. ഇങ്ങനെ രുദ്രാക്ഷത്തിന് അവിടെ വരുന്ന വില 20 രൂപയാണ്. 20 രൂപ മാത്രമാണ് അവിടെ വരുന്നത്. ആ പൈസ ഞാനവിടെ കൊടുത്തത്, നിങ്ങളെൻ്റെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്, ഞാൻ എത്ര വർഷം ചേച്ചിന്ന് വിളിച്ചിരിക്കുന്നു, എത്ര സ്നേഹത്തോടുകൂടി പെരുമാറുന്നു, അതിൻ്റെ പേരിൽ എൻ്റെ ഒരു സമ്മാനമായിട്ടാണ് ഞാൻ തന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. ആ പൈസയും അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അവർ കുറേ നേരം എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവർ പറഞ്ഞൊരു വാക്ക്, എനിക്ക് 25,000 രൂപയുടെ വാക്കായിരുന്നില്ല അത്. അപ്പം നമ്മുടെ നാട്ടിലുണ്ടല്ലേ ശരിയായിട്ടുള്ള സന്യാസിമാർ എന്നാണ് ചോദിച്ചത്. ഒരു കാര്യം കൂടി അവർ പറഞ്ഞു. അതുവരെ എന്നെ വിളിച്ചിരുന്നത് ഡാ രമേശേ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. പിന്നീട് അവരെന്നെ വിളിച്ചിരുന്നത് സ്വാമി എന്നാണ്. ഇവിടെ ഞാൻ കാത്തു സൂക്ഷിച്ചത്, അവരൊരു 10,000 പേരുടെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ. ഞാനവിടെ കാത്തു സൂക്ഷിച്ച എൻ്റെ മൂല്യങ്ങളാണ്. ആ 25,000 എനിക്ക് വാങ്ങിക്കാം, വേണമെങ്കിൽ പറയാം. 25,000 പോരാട്ടോ, 600 രൂപയാണെങ്കിൽ വില പറഞ്ഞാൽ ഓരോ ചെയിനും വെച്ച് ഒരു രുദ്രാക്ഷം വെച്ച് ഓരോ 100 രൂപ കൂടി അവരെനിക്ക് തന്നേനെ, 5,000 രൂപ അവരെനിക്ക് തന്നേനെ. പക്ഷേ ഈ ദരിദ്രവാസിക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ അറിയില്ല.
പൈസ ഉണ്ടാക്കിയിട്ടുമില്ല. ഇനിയുള്ള കാലത്ത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ചുറ്റുമുള്ള പുസ്തകങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങളും അതും ഇതും. ഞാനൊരു സുപ്രഭാതത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങൾ മുഴുവൻ എവിടേക്കെങ്കിലും പോകും. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ കാലം അവസാനിക്കാറായി എന്ന് എനിക്കൊരു തോന്നൽ വരുമ്പോൾ എല്ലാം നിർത്തിയിട്ട് ഹരിപർവ്വതമുണ്ട് ഉത്തരകാശിയിൽ, അവിടെ പോവുക, അവിടെ അങ്ങനെ ലയിച്ച് ചേരുക, അങ്ങോട്ട് പുസ്തകങ്ങൾ മുഴുവൻ ഏതെങ്കിലും ലൈബ്രറിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ആവശ്യമുള്ളവർക്കോ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അത് ഞാൻ സൂക്ഷിക്കുന്ന പോലെ മറ്റുള്ളവർ സൂക്ഷിച്ചു എന്ന് വരില്ലല്ലോ. എൻ്റെ കയ്യിൽ സാഗരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അത് DC ബുക്സിൻ്റെയാണത്. അത് ഒരിക്കൽ നിലത്ത് വീണ് കഴിഞ്ഞാൽ ആ പുസ്തകം തകർന്നു. അത്രയും വലിയ പുസ്തകമാണത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ശബ്ദസാഗരം എന്ന് പറഞ്ഞ പുസ്തകം. ഇത്രയും വലിയ പുസ്തകമാണ്, കണ്ടോ? ഈ പുസ്തകം എങ്ങനെ താഴ്ത്ത് വീണ് കഴിഞ്ഞാൽ ഇത് ചിഹ്നിച്ചത്. അതുകൊണ്ട് ഈ പുസ്തകം ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നത് പ്രസവിച്ച് വീണ കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കണ പോലെയാണ് ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നത്. ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് പുസ്തകങ്ങളെ. എനിക്കതാണ് എൻ്റെ ആസ്തി. അത് സൂക്ഷിച്ചു വെക്കാൻ ഒരിടം, അതാണ് അവസാനമായിട്ട് ഞാനൊരു ആശ പോലെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത്. അതിനു വേണ്ടിയൊരു ബിൽഡിങ് എനിക്ക് അവിടെ എത്ര കാലം താമസിക്കാൻ പറ്റും? ഈ 65 വയസ്സ് 66 വയസ്സുകാരന് പിന്നെ ഒരു 66 വയസ്സ് വരെ ജീവിക്കാന്നുള്ള മോഹം എനിക്കില്ല, ആഗ്രഹവും ഇല്ല. ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയില്ല ചത്തുപോകണല്ലോ, പണ്ടാരങ്ങളിൽ ചോദിക്കില്ല. ഇല്ല, ഇതെങ്ങനെ ഇരിക്കും പിന്നെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സ്വപ്നമാണെന്ന് പറഞ്ഞത്. ഒരു വീട്, അവിടെയും ഞാൻ എൻ്റെ മൂല്യങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾ തന്ന എനിക്ക് കിട്ടിയിട്ടുള്ള സഹായം വെച്ചുകൊണ്ട് അത് പരിപൂർണമായിട്ട് അവിടെ ഒരു ബിൽഡിങ് ഞാൻ കയറ്റി നാളേക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ളൊരു പ്രസ്ഥാനമായിട്ട് അത് തീരുകയും ചെയ്യും. അപ്പോഴും ഞാൻ മൂല്യങ്ങൾ വിട്ട് കളിച്ചിട്ടില്ല. എങ്ങനെ കുറേ പൈസ എന്നും പറഞ്ഞ് ഞാൻ വാങ്ങി വെച്ചിട്ടുമില്ല. പറഞ്ഞു വരുന്നത്, ഈ രുദ്രാക്ഷം ഇവിടുന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന രുദ്രാക്ഷം ഇവിടെ കൊണ്ടുവന്ന് അത് വാർണിഷ് അടിക്കും. വാർണിഷ് അടിച്ച് ഉണക്കിയിട്ട് സ്വർണ്ണ കടലാസിനകത്തൊക്കെയും പൊതിഞ്ഞ് അത് പ്ലാസ്റ്റിക് കടലാസിനകത്തിട്ട് സീല് ചെയ്ത് അത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ ഒട്ടിക്കും. വില എത്രയെന്നറിയാമോ? അവർ പറയും ഇത് നേപ്പാൾ രുദ്രാക്ഷമാണ്, ഇത് ഉഗാണ്ട രുദ്രാക്ഷമാണ്, ഇത് മലേഷ്യ രുദ്രാക്ഷമാണ്. മലേഷ്യയിൽ പോയി അവർ പറയും ഇത് ഇന്ത്യൻ രുദ്രാക്ഷമാണ് എന്നും പറഞ്ഞ് അതും ഒട്ടിക്കും. ഇത് ഒറിജിനൽ മലേഷ്യൻ രുദ്രാക്ഷം. 20 രൂപയ്ക്ക് വാങ്ങിച്ച രുദ്രാക്ഷം 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ രുദ്രാക്ഷത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വശം, നമ്മൾ ഈ മാങ്ങേണ്ടി കണ്ടിട്ടുള്ളൂ, കാഷ്യൂ നട്ട്സ്, കശുമാങ്ങണ്ടി, അത് ചിലപ്പോൾ 2 കൂടി ചേർന്നിരിക്കും. ചിലപ്പോൾ ഒരെണ്ണം നമ്മളെ ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ നമ്മൾ കാഷ്യൂ നട്ട്സ് കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ അത് ചിലപ്പോൾ അങ്ങനെയല്ല വളഞ്ഞിരിക്കുക, അതിങ്ങനെ ചതഞ്ഞിരിക്കും. ചിലത് ഇങ്ങനെ ഇരിക്കും, ചിലത് ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഒരു പറയും, ഇത് ശിവപാർവതി രുദ്രാക്ഷമാണ്, ശിവപാർവതി കശുമാങ്ങണ്ടിയാണെന്ന് പറഞ്ഞ പോലെ. ഇങ്ങനെ ഇരിക്കുന്നത് ഹനുമാൻ രുദ്രാക്ഷമാണ്. എന്നിട്ട് ഈ പാവങ്ങൾ ഞങ്ങൾ ശിവപാർവതി രുദ്രാക്ഷം വാങ്ങിച്ചു, എത്രയാ? വളരെ ലാഭത്തിൽ കിട്ടി. എത്ര രൂപയ്ക്ക്? 8000 രൂപയ്ക്ക് കിട്ടിയിരുന്നു. 20 രൂപയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനങ്ങൾ ഇത് ഈ തൃശ്ശൂർ വിൽക്കാൻ അവിടുത്തെ ചില മിഷൻകാർ, സന്യാസി സഭകൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ അത് പോയിട്ട് വാങ്ങിക്കുന്നവരുമുണ്ട്. രുദ്രാക്ഷം നമ്മുടെ വീട്ടിലുണ്ടാവും, കേരളത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാവും. അതുണ്ടാക്കാൻ വേണ്ടി ചട്ടിക്കുട്ടിയും കലമൊന്നും വേണ്ട, കൊമ്പൊടിച്ച് കുത്തിയാൽ മതി. വെറുതെ കൊമ്പൊടിച്ച് കുത്തിയാൽ മതി, അതവിടെ ഉണ്ടാകും. അരി നെല്ലിക്ക പോലൊരു ഇതാണ്. അത് നമ്മൾ പാകമാകുമ്പോൾ വീഴും താഴ്ത്ത്, കാക്കയൊന്നും കൊത്തിക്കൊണ്ട് പോവില്ല. അത് താഴ്ത്ത് വീണ് കഴിഞ്ഞിട്ട് അത് നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഉരയ്ക്കുക. ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലുള്ള അരി നെല്ലിക്ക എന്ന് പറയില്ല, അതിൻ്റെ മേലുള്ള മാംസമായിട്ടുള്ള ഭാഗം പോകും. അത് പോയി കഴിഞ്ഞാൽ അത് മണലിലോ അല്ലെങ്കിൽ പൊടിയിലോ അല്ലെങ്കിൽ ഭസ്മത്തിലോ ഇട്ട് നന്നായിട്ട് ഉരച്ച് അതിൻ്റെ മേൽഭാഗത്തിലെല്ലാം കളഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് വേണമെങ്കിൽ കളഞ്ഞതിന് ശേഷം അതിൻ്റെ നടുവിൽ
ലെയ്ത്ത് മെഷീനിലോ അല്ലെങ്കിൽ നമ്മൾ ഗോൾഡ് സ്മിത്ത് തുളയ്ക്കുമല്ലോ, ആ വെച്ചിട്ട് തുളയും തുളച്ചു കഴിഞ്ഞാൽ രുദ്രാക്ഷമായി. ഒരു സ്പെഷ്യൽ രുദ്രാക്ഷം, അങ്ങനെ രുദ്രാക്ഷമൊന്നുമില്ല. കേരളത്തിൽ നന്നായിട്ട് തളച്ചു വളരുന്ന വൃക്ഷമാണ് ഈ രുദ്രാക്ഷം എന്ന് പറഞ്ഞത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് കളിച്ച് പൈസ നേടാനുള്ള ഒരു മനസ്സ് ഇല്ലാതെ പോയതുകൊണ്ടാണ് ഈ ഉള്ളവൻ ദരിദ്രവാസിയായത്. ആ ദാരിദ്ര്യത്തെ ഞാനൊരു ആഭരണമായിട്ടാണ് കാണുന്നത്, അലങ്കാരമായിട്ടാണ് കാണുന്നത്. അതാണ് എൻ്റെ സുഖം. കാരണം ആരൊരാൾ വന്നിട്ട് എനിക്ക് തരാനുള്ള പൈസ വെക്കടോ, എൻ്റെ നിന്ന് പറ്റിച്ച പൈസ വെക്കടോ, എൻ്റെ നിന്ന് കടം വാങ്ങിച്ച പൈസ വെക്കടോ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പൈസ വാങ്ങിക്കാൻ ജപ്തി, ഇതൊന്നും എൻ്റെ അടുത്തേക്ക് വരില്ല. കാരണം എന്താ, അതൊന്നും ഞാൻ പറ്റില്ല. എൻ്റെ ആ രീതിയിലുള്ളൊരു ബന്ധം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. പിന്നെ ആരോ പറഞ്ഞത് നാട്ടിന് നെല്ലില്ലാത്ത വർത്താനം, അതൊക്കെ ഞാൻ ചിലപ്പോൾ ചെയ്യും. കാരണം ഞാൻ അവിടെ നിന്ന് പൊട്ടി വീണ ആളൊന്നുമല്ല. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ച ഒരാളാണ്. തൃക്കൂർ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ ജനിച്ച ഒരാളാണ്. അവിടുത്തെ കുട്ടികളായിട്ടാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. ഇന്നും അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഊടയ്ക്ക രവീന്ദ്രനും ഗോൾഡ് സ്മിത്ത് സതീശനും തൊഴിക്കാട്ട് ചന്ദ്രമോഹനും ഉളയ്ക്കൽ വിജയേട്ടനും ലോന കുര്യനും KVS നമ്പൂതിരിയും വിശ്വംഭരേട്ടനൊക്കെ എന്നെ ഡാ രമേശ് എന്നാ വിളിക്കുക. എൻ്റെ സുഹൃത്ത് പുഷ്പകന് സ്വാമി എന്ന് വിളിക്കാൻ പറ്റില്ല. എന്താടോ എന്നാ ചോദിക്കുള്ളൂ. അങ്ങനെ കുഗ്രാമം, ഇന്നിപ്പോൾ ആ കുഗ്രാമല്ല, കുറച്ച് നന്നായിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ളൂ ഞാൻ. അല്ലാണ്ട് ഞാൻ അവിടുന്ന് കെട്ടിയിറങ്ങിയ സ്വാമിയൊന്നുമല്ല. ഇംഗ്ലീഷ് മാത്രമേ പറയൂ, സംസ്കൃതം മാത്രമേ സംസാരിക്കുന്നു പറയാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ പേരിൽ പലരും എന്നെ ചീത്ത പറയാറുണ്ട്, അപഹസിക്കാറുണ്ട്. നീയാണോടാ സ്വാമി എന്ന് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ കാണുന്നതാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഭൗതിക ലോകത്തിൽ ഞാൻ എന്തുകൊണ്ട് ദരിദ്രവാസിയായി? ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. തൊട്ടതിനും പിടിച്ചതിനും കാച്ച് പൈച്ച എന്ന് പറഞ്ഞ് ഉറ കൊടുക്കുക. ഗീതാജ്ഞാനയജ്ഞം കഴിഞ്ഞ് എല്ലാവർക്കും അപ്പം തന്നെ ഓരോ ഉറ കൊടുക്കും. എന്ന് ഞാൻ കുഷ്ഠരോഗാലയം പണിയാൻ പോവാണ്, ബാലസദനം പണിയാൻ പോവാണ്, വൃദ്ധസാനം പണിയാൻ പോവാണ്, ക്ഷയരോഗാവസ്ഥ പണിയാൻ പോവാണെന്നൊക്കെയും പറഞ്ഞിട്ട് ആൾക്കാരിൽ നിന്ന് പൈസയും വാങ്ങിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്കങ്ങനെ വരാറില്ല. ഗീതാജ്ഞാനയജ്ഞം കഴിയുന്ന സമയത്ത് പലരും ചോദിക്കും, സ്വാമി ഉറ കിട്ടിയില്ലല്ലോ അങ്ങനെ. ആരെന്തെങ്കിലും കൊണ്ടുവന്നാൽ വാങ്ങിക്കുന്നല്ലാതെ. അതുകൊണ്ട് എനിക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞു, മാന്യമായിട്ട് എത്താൻ കഴിഞ്ഞു. ഇനിയും ഈ ജീവിതം എങ്ങനെ പോകും? I am rich. I am absolutely rich. I am totally rich in my poverty. ഞാൻ ധനികനാണ്, എൻ്റെ ദാരിദ്ര്യത്തിൽ ഞാൻ ധനികനാണ്. അതാണ് എൻ്റെ വിഭൂതി. അതാണ് എനിക്ക് ഞാൻ കൽപ്പിച്ച മഹാത്മ്യം. എൻ്റെ പേര് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ. നമസ്കാരം.